ഹലോ, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് പഴംപൊരി. അതാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഇത് തട്ടുകട സ്റ്റൈലൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി വന്നായിരുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. കോൺഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് അരിപ്പൊടിയാണ് അതിലേക്ക് മിക്സ് ചെയ്തത്. പിന്നെ അതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 1/4 ടീസ്പൂണോളം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെന്നില്ല, നിർബന്ധമില്ല. പിന്നെ നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണത് ചേർക്കുന്നത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ മാവ് റെഡിയാക്കി എടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് മാവ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കലക്കിയെടുക്കണം. ഒത്തിരി ലൂസായി പോയാൽ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. കണ്ടോ, ഒരുപാട് കുറുകിയല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ ഇവിടെ 1 കിലോ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് അങ്ങ് പഴുത്ത് പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം പഴുത്തിട്ടുമുണ്ട്. ഇനി നമ്മളിത് തൊലി കളഞ്ഞെടുക്കുവാണ്. 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലി കളഞ്ഞെടുത്ത് ഇനി അത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. പഴവും ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിലല്ല, കുറച്ചും കൂടി ഒരു ചെറിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നടുവേ മുറിച്ചിട്ട് വീണ്ടും അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്തത്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നീളത്തിലുള്ളതല്ലേ കിട്ടുന്നത്. ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ളൊരു എണ്ണയൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. കടയിൽ വലിയ പാത്രത്തിൽ ഒരുപാട് എണ്ണ ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്തത്. ഇനി ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായോ നോക്കാനായിട്ട് ശകലം മാവ് അതിലേക്കൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഈ പഴംപൊരി ആ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇതിട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഒരുപാട് എണ്ണയാണെങ്കിൽ തിരിച്ചും മറിച്ചിടേണ്ടി വരില്ല. ഇതിപ്പോൾ ഞാൻ ഇത്ര എണ്ണ മാത്രം എടുത്തിരിക്കുന്നത് കൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അത് പൊരിച്ചെടുക്കുവാണ്. അങ്ങനെ ആദ്യത്തെ ഒരു സെറ്റ് നമ്മളിതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ട ഒരു എന്താ പറയുക, ഒരു യെല്ലോയും റെഡിഷും കൂടി ചേർന്ന ഒരു കളറാണ് അല്ലേ. വീണ്ടും അടുത്ത സെറ്റ് ഇതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ മൊത്തം പഴം പൊരിച്ചെടുക്കുവാണ്. എണ്ണ ഒരുപാടൊന്നും ആവശ്യം വന്നില്ല കേട്ടോ. ഈ ഞാൻ ആദ്യം ഒഴിച്ച എണ്ണയിൽ തന്നെ നമുക്കത് മുഴുവനും ചെയ്തെടുക്കാൻ പറ്റിയായിരുന്നു. ബാക്കി കുറച്ചെണ്ണ ബാക്കിയും വന്നായിരുന്നു. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം. 4 മണി മാത്രമല്ല, ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഇത് കഴിക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.